2 ദിവസം തുടർച്ചയായി ഒരു മിനിറ്റ് പോലും ഉറങ്ങാതെ 2 ദിവസം ഉറങ്ങാതെയാണ് ഞാൻ ഇവിടെ വന്നത്. ക്ഷീണിതനായിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി എല്ലാവരെയും കണ്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്റെ ക്ഷീണമെല്ലാം പമ്പകടന്നു. എന്റെ ഊർജവും എന്റെ ഇന്ധനവും എല്ലാം നിങ്ങളാ. ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈക്കമാൻഡ് റിപ്പോർട്ടിൽ VD സതീശന് കിട്ടിയേക്കുന്നത് 32 MLA-മാരുടെ പിന്തുണയാണ്. VD സതീശനെ മുഖ്യമന്ത്രിയാവാതിരിക്കാൻ വേണ്ടി അടിയിൽ കൂടെ കളിക്കുന്ന കളികളുടെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണം. 102 സീറ്റ് മേടിച്ച് UDF-നെ വമ്പിച്ച വിജയത്തിൽ എത്തിച്ചതിൽ ഒരു പങ്കല്ല, ഒരു 85% അതിൽ VD സതീശനാണ് അതിൽ അർഹതപ്പെട്ട UDF-ന്റെ വിജയം നേടിക്കൊടുത്തത്. അപ്പോൾ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണം എന്നുള്ളവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ എല്ലാ ആളുകളും, വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കണം. അപ്പം വേറൊന്നുമല്ല, ഇപ്പോൾ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാം. എന്താല്ലേ, ഇവിടെ KC-യെ മുഖ്യമന്ത്രി ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കളിച്ച കളികളൊക്കെ എന്തോന്ന് നാറിയ കളികളാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ VD സതീശനും KC-ക്കും MLA-മാരുടെ പിന്തുണയെന്ന് പറഞ്ഞ് നമ്മളെ മണ്ടന്മാരാക്കുമായിരുന്നു, നമ്മളെ പൊട്ടന്മാരാക്കുമായിരുന്നു. നമ്മൾ ആദ്യം അറിഞ്ഞതെന്താണ്? ഹൈക്കമാൻഡിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് 63 MLA-മാരിൽ 46 MLA-മാർ KC-യുടെ മൂട് താങ്ങുന്ന MLA-മാരാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ KC-യെ പിന്തുണച്ചുകൊണ്ടാണ് 46 MLA-മാർ വന്നിട്ടുണ്ട്. KC-യെ പിന്തുണച്ചിട്ടുണ്ട് MLA-മാർ, അത് വേറെ കാര്യം. അതിൻ്റെ കുറച്ച് ലിസ്റ്റൊക്കെ നമ്മൾ കണ്ടതാണ്. കൂടെ നിന്നിട്ട് കുതുകാൽ വെട്ടിയ കുറച്ച് ടീംസുകളെയൊക്കെ നമ്മൾ കണ്ടതാണ്. അവരെയൊക്കെ മെഴുകലും നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പം അതിൽ നിന്ന് ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈക്കമാൻഡ് റിപ്പോർട്ടിൽ VD സതീശന് കിട്ടിയേക്കുന്നത് 32 MLA-മാരുടെ പിന്തുണയാണ്. 32 MLA-മാരുടെ പിന്തുണ കിട്ടിയ VD സതീശൻ്റെ കണക്ക് തെറ്റായി ജനങ്ങളിലേക്ക് പരത്തി VD സതീശന് MLA-മാരുടെ പിന്തുണയില്ല എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കോണം, 32 MLA-മാർ VD സതീശന് പിന്തുണച്ചിട്ടുണ്ട്. 22 വെറും 22 MLA-മാർ നട്ടലില്ലാത്ത, നട്ടലിന് പകരം വാഴപ്പിണ്ടി വെച്ചുകൊണ്ട് നടക്കുന്ന 22 MLA-മാർ നമ്മൾ ലിസ്റ്റിനകത്ത് നമ്മൾ കണ്ടയാണല്ലോ ആരൊക്കെയാണെന്ന്. പ്രത്യേകിച്ച് പേരെടുത്ത് ഇനി ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ 22 നട്ടലില്ലാത്ത കൂടെ നിന്ന് കുതുകാല് വെട്ടുന്ന MLA-മാർ, 22 MLA-മാർ KC വേണുഗോപാലിനെ പിന്തുണച്ചു. 6 MLA-മാർ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇപ്പം പുറത്തു വന്നേക്കുന്ന റിപ്പോർട്ട്. ഹൈക്കമാൻഡിന് MLA-മാർ കൊടുത്ത പിന്തുണയുടെ റിപ്പോർട്ട് പുറത്തു വന്നേക്കുന്നത്. എന്താല്ലേ, ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുവാണ്. എന്താണ് ഇതൊക്കെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അയാൾ ഈ UDF-ന് 102 സീറ്റ് മേടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോണം. ആക്യുറേറ്റ് ആയിട്ട് ഇലക്ഷൻ്റെ വോട്ട് എണ്ണുന്നതിന് മുമ്പും VD സതീശൻ എന്താണ് പറയുന്നത്? 100 കൂടുതൽ സീറ്റുമായിട്ട് 100 സീറ്റ് പറഞ്ഞിരിക്കരുത്, 100 കൂടുതൽ, 100 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 കൂടുതൽ സീറ്റുമായി UDF അധികാരത്തിൽ വന്നില്ലേ. അതാണ് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് അത് പറയണമെങ്കിൽ അയാൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് അയാൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു വാർത്ത വയ്ക്കാം. വേറൊന്നുമല്ല, ഹൈക്കമാൻഡിൻ്റെ ഷാഡോ ഉദ്യോഗസ്ഥർ കേരളത്തിൽ വന്ന് അന്വേഷിക്കുന്ന സമയത്ത് അവിടെ കേരളത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് VD സതീശനാണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണ എന്നതാണ്. ഓരോ ഏരിയയിലും ഓരോ ജില്ലകളിലും ഹൈക്കമാൻഡിൻ്റെ ഷാഡോ ടീമുകൾ പോയി ചോദിച്ചു. പബ്ലിക്കിലും അവിടെയും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും എല്ലായിടത്തും സാധാരണപ്പെട്ട ആളുകൾ, ജനങ്ങളാണല്ലോ, ജനങ്ങളെ വോട്ടിൻ്റെ പുറത്താണല്ലോ ജയിച്ചത്. അപ്പം ജനങ്ങളുടെ ഇടയിൽ കയറിയാണല്ലോ ചോദിക്കേണ്ടത്. അല്ലാതെ അവിടെ എവിടെയും പോയിട്ട് വല്ല ഈ പറഞ്ഞിട്ടുള്ള MLA ഓഫീസിലോ അല്ലെങ്കിൽ MP-യുടെ ഓഫീസിലോ കയറിയിട്ടല്ലല്ലോ ചോദിക്കേണ്ടത്. അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ഹൈക്കമാൻഡ് ചോദിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ VD സതീശനാണ് പിന്തുണ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് VD സതീശനാണ്
അടുത്ത മുഖ്യമന്ത്രി എന്ന് ഒരു സൂചനയും കിട്ടുന്നുണ്ട്. വി ഡി സതീശന് മാത്രമേ കൊടുക്കൂ. കാരണം ഹൈക്കമാൻഡിൻ്റെ ഷാഡോ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിൻ്റെ അനുസരിച്ച് അടുത്ത വട്ടം ഈ വട്ടം KCയെ CM ആക്കി കഴിഞ്ഞാൽ അടുത്ത വട്ടം UDF ഈ കേരളത്തിൽ തന്നെ ഉണ്ടാകത്തില്ല എന്ന് ഷാഡോ ടീംസിന് മനസ്സിലായി, ബോധ്യപ്പെട്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവും വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കുമെന്നാണ് ഇപ്പം അറിയാൻ കഴിയുന്ന വാർത്തകൾ. ഓക്കെ, ഞാനിനി ഇവിടെ വി ഡി സതീശൻ്റെ ഒരു സ്പീച്ച് വെച്ചുതരാം. അയാൾ രാവും പകലും ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ടിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് കഴിഞ്ഞ 5 കൊല്ലമേ ഊണും ഉറക്കവുമില്ലാതെ പണിയെടുത്ത് അയാൾ നേടിയെടുത്ത വിജയം ഓസിനങ്ങോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ KC നിങ്ങൾക്ക് നാണവും മാനവും ഉളുപ്പുണ്ടോ? എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ വന്ന് ജയിച്ച്, നിങ്ങൾ വന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനാധിപത്യത്തോടു കൂടി നിങ്ങൾ വോട്ട് ചെയ്ത് മത്സരിച്ച് ജനങ്ങളെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജയിച്ചു പോവാം. അതിനൊരു അന്തസ്സൊക്കെ ഇല്ലേ? ഞാൻ വി ഡി സതീശൻ്റെ ഒരു സ്പീച്ച് ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക ആ മനുഷ്യൻ പറയുന്നത്. എന്നിട്ട് പറ, അയാൾ CM ആവണോ വേണ്ടയോ, മാറി അങ്ങോട്ട് നിൽക്കണോന്ന് എന്നിട്ട് നിങ്ങൾ പറ. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എൻ്റെ മകള് എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയും, അച്ഛനോട് അച്ഛൻ്റെ അമ്മയെ പറ്റിയും പറയരുത്, പറവൂരിനെ പറ്റിയും പറയരുത്, അപ്പൊ കണ്ണ് നിറയും. എൻ്റെ അമ്മ ഞാൻ MLA ആകുന്നതിന് മുമ്പ് മരിച്ചുപോയതാണ്. എല്ലാവർക്കും അമ്മമാരെ സ്നേഹമാണ്. ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിച്ച പോലെയാണ് ഞാൻ എൻ്റെ പറവൂരിനെ സ്നേഹിച്ചത്. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിയാത്ത, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എവിടെ പോയാലും കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെയാണ് എനിക്ക് ഇവിടെ തിരിച്ചെത്തണം. ഇവിടെ തിരിച്ചെത്തി എല്ലാവരെയും കണ്ടപ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയത് തലേ ദിവസം 2 ദിവസം തുടർച്ചയായി 1 മിനിറ്റ് പോലും ഉറങ്ങാതെ 2 ദിവസം ഉറങ്ങാതെയാണ് ഞാൻ ഇവിടെ വന്നത്. ക്ഷീണിതനായിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി എല്ലാവരെയും കണ്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ ക്ഷീണമെല്ലാം പമ്പ കടന്നു. എൻ്റെ ഊർജവും എൻ്റെ ഇന്ധനവും എല്ലാം നിങ്ങളാണ്. ഞാൻ ഒരു തെരഞ്ഞെടുപ്പിനെയും നിസ്സാരമായി കാണുന്ന ആളല്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളെയും ഗൗരവമായി കാണുന്ന ആളാണ്. എല്ലാ എതിർ സ്ഥാനാർത്ഥികളെയും ഒരാളെയും മോശക്കാരായി കാണുന്ന ആളല്ല. എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളും കരുത്തരുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കേട്ടില്ലേ? രാവും പകലും ഉറക്കമില്ലാതെ ഈ UDFൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച ഒരു വ്യക്തിയോട് ഇങ്ങനെയൊക്കെ കാണിക്കാവോ? നിങ്ങൾക്കൊന്ന് മാറിക്കൊടുത്തൂടെ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കടിപിടി കൂടുന്നത്? നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റുണ്ട്. ഇനി KC വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അവസരം കിട്ടിയതാണോ? അയാളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ജനപിന്തുണ ആർക്കാന്ന് നോക്ക്. ഇവിടെ ഇപ്പം കോൺഗ്രസിൻ്റെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? നമുക്ക് പറയാനെ കൊണ്ട് ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് നേതാക്കന്മാരുണ്ട് എന്നാണ് വാദിക്കുന്നത്. ഇപ്പം കണ്ടില്ലേ, നേതാക്കന്മാർ ഒരുപാടുണ്ടായിട്ട്, സീനിയറായിട്ടുള്ള നേതാക്കന്മാരെ ഒരുപാടുണ്ടായിട്ട് എന്ത് കാര്യം? വല്ല പ്രയോജനം വേണ്ടില്ല. ഒരു പഴഞ്ചൊല്ലുണ്ട്, ആൾ കൂടിയാൽ പാമ്പ് ചാവില്ലെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഒരാളാണെങ്കിലും കഴിവുള്ള ഒരാൾ മതി. അത് 1, 2, 3, 4, 5 പേര് വേണമെന്നില്ല, ഒരൊറ്റൊരാൾ മതി. അപ്പോൾ വി ഡി സതീശന് ആ കഴിവുണ്ട്. കാരണം അങ്ങാര് കഴിഞ്ഞ 5 കൊല്ലം അങ്ങാര് നല്ല പട്ടിയെ പോലെ പണിയെടുത്തിട്ടാണ് UDFന്, ഞാൻ ഫുള്ള് പറയുന്നില്ല, പകുതി ശതമാനമെങ്കിലും അങ്ങാരെ ഒരു പ്രയത്നം കൊണ്ടിട്ടില്ലേ, അങ്ങാരെ വാഗ്ദാനങ്ങൾ കണ്ടിട്ടില്ലേ, അങ്ങാരെ നിലപാടുകൾ കണ്ടിട്ടില്ലേ ഈ പറഞ്ഞ ആളുകൾ വോട്ട് കൊടുത്തു. അപ്പോൾ വോട്ട് കൊടുത്ത് ജനങ്ങളൊക്കെ മണ്ടന്മാരോ? ജനങ്ങളെ മണ്ടന്മാരാക്കുമായിരുന്നു. വി ഡി സതീശനെ മുമ്പിൽ നിർത്തിയിട്ട് ജനങ്ങളെ മണ്ടന്മാരാക്കുമായിരുന്നു നിങ്ങൾ. എന്താണല്ലേ? ഇനി ഞാനിവിടെ ഹൈക്കമാൻഡ് ഷാഡോ ടീംസിനേക്ക് അയച്ചല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത ഞാൻ ഇവിടെ വെച്ച് തരാം, അതും കൂടെ ഒന്ന് കണ്ടുപോകെ. വി ഡി സതീശൻ അനുകൂല വികാരം ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ നിയോഗിച്ച എന്ന് വെച്ചാൽ ഒരു ഷാഡോ ഏജൻസിയെ നിയോഗിച്ചിരുന്നു. ആ ഷാഡോ ഏജൻസി റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. KCയെ പിന്തുണക്കുന്ന MLAമാർക്കെതിരെ വികാരമുണ്ടെന്നും റിപ്പോർട്ടിലുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. മലബാറിലാണ് ഇത്തരം വികാരം കൂടുതലെന്നും ഏജൻസി വ്യക്തമാക്കുന്നു. സുമോദ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ആ വിവരം ബ്രേക്ക് ചെയ്തിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരേ സമയം നിരീക്ഷകർ വന്ന് MLAമാരുടെ അഭിപ്രായം തേടുന്നതിനൊപ്പം കേരളത്തിന് അടിത്തട്ടിൽ ഗ്രൗണ്ടിലെ വികാരം അറിയാൻ ഒരു ഏജൻസിയെ ഹൈക്കമാൻഡ് തന്നെ നിയോഗിച്ചു എന്നുള്ള വിവരം സുമോദ് തന്നെ ബ്രേക്ക് ചെയ്തിരുന്നതാണ്. ആ ഏജൻസി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്?
ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് വി.ഡി. സതീശൻ അനുകൂലമായിട്ടുള്ള ഒരു തരംഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അത് മലബാറിലാണ് കൂടുതലും ആഞ്ഞടിച്ചിരിക്കുന്നത്. വിജയിച്ച MLA-മാർക്ക് പല ഇടങ്ങളിലും സഞ്ചരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വ്യക്തിപരമായ പല ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. എവിടെ ചെന്നാലും ഈ MLA-മാർ നേരിടുന്നത് ഈ വി.ഡി. അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന് പല MLA-മാരോടും ജനങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നു എന്നാണ് ഈ ഏജൻസി അറിയിച്ചിരിക്കുന്നത്. സാധാരണ ഒരു തീരുമാനം എടുക്കുമ്പോൾ MLA-മാരുടെ എണ്ണം നോക്കി മാത്രമാണ് തീരുമാനം എടുത്തിരുന്നത്. പക്ഷേ ആ MLA-മാരുടെ എണ്ണം നോക്കി മാത്രം കേരളത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഏജൻസികളുടെ ഒരു നിലപാട് കൂടി തേടിയത്. അങ്ങനെയാണ് ഏജൻസികളെ നിയോഗിച്ചത്. അവരുടെ ഷാഡോ ഏജൻസി ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. കേരളത്തിൽ അവർ താഴെത്തട്ടിൽ നടത്തിയ ഒരു പഠനങ്ങളിൽ നിന്നും സർവേകളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു വി.ഡി. അനുകൂല തരംഗം കേരളത്തിലുണ്ട്. അതുകൊണ്ട് വി.ഡി. സതീശൻ മാറി നിൽക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഭൂരിപക്ഷം MLA-മാരും ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളികൾ നേരിടുകയാണ്. അതായത് മലബാറിലെ MLA-മാരാണ് ഇത്തരത്തിൽ കൂടുതൽ ശക്തമായ വെല്ലുവിളികൾ പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ നേരിടേണ്ടി വരുന്നത്. ഇവരിൽ പലരും KC-ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്ന അംഗങ്ങൾ തന്നെയാണ്. കണ്ടല്ലോ, ഹൈക്കമാൻഡിന്റെ ഷാഡോ ടീംസിന്റെ അവരൊക്കെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജനവികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി.ഡി. സതീശൻ തന്നെയാണ്. പിന്നെ ഈ MLA-മാർ അമ്പലത്തിൽ പോയാലോ പള്ളിയിൽ പോയാലോ അല്ലെങ്കിൽ കല്യാണത്തിന് പോയാലോ ജനങ്ങളെ വായിരിക്കുന്നത് കേൾക്കേണ്ട വന്നതിൻ്റെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്കല്ലേ. വി.ഡി. സതീശൻ എന്നൊരു വ്യക്തി ഇവരെ എല്ലാ മണ്ഡലങ്ങളിലും ഓടി നടന്ന് ഇവർക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്തിയിട്ട് അവസാന വോട്ടിൻ്റെ തൊട്ട് മുമ്പ് വരെ നമ്മൾ കണ്ടതാണ് വി.ഡി. സതീശൻ നയിച്ച ജാഥ. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? അങ്ങാർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങാരെ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് അങ്ങാര് ഇത്രയും കഷ്ടപ്പെട്ട് അവിടുന്ന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ അങ്ങാര് ഇത്രയും കഷ്ടപ്പെട്ട് ജാഥ നയിച്ചത്. ഓരോ മണ്ഡലങ്ങളിൽ വന്നിട്ട് ഓരോ MLA-മാർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും പിന്തുണയും ജനങ്ങളെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങാര് ചെയ്തത്. UDF-നെ 102 സീറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങാര് ചെയ്തത്. അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അല്ലാതെ അങ്ങാരെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല. എന്നിട്ടും ഈ MLA-മാർ കുതുകാൽ വെട്ടിക്കൊണ്ടാണ് ജനങ്ങളെ വായിരിക്കുന്നതും ജനങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരം അവിടെ എവിടെയും പോയി നിന്നിട്ട് മെഴുകി സംസാരിക്കേണ്ട അവസ്ഥ വന്നത്. അപ്പോൾ അവർ തന്നെയല്ലേ അത് വരുത്തി കൊടുത്തത്. എന്തുവാടേ ഇതൊക്കെ. കൂടെ നിന്നൊരു പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി. ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും അങ്ങോട്ട് കടിപിടിയാണ് സ്ഥാനത്തിനും അതിനും ഇതിനും വേണ്ടിയിട്ട്. ഞങ്ങാരെ കാണാൻ മുഖ്യമന്ത്രി ആയി പോയി കഴിഞ്ഞാലോ എന്നുള്ളൊരു ഇതിലാണ് ഇവരൊക്കെ അയാളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊന്നും വേറെ ഒന്നും കൊണ്ടല്ല. ഇനി ഞാനിവിടെ ഒരു വാർത്ത വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇപ്പം ഈ പുള്ളി സത്യം പറയുവാണെങ്കിൽ പുള്ളി KV തോമസിൻ്റെ ഒരു പ്രതികരണമാണ്. പുള്ളി ഇനി ഈ പറഞ്ഞ പോലെ പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ്, ഏറ്റവും വലിയ തോൽവിയാണ്. ഈ പറഞ്ഞിട്ടുള്ള ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു മുതിർന്ന നേതാവാണ് KV തോമസ്. പക്ഷേ ഈ കാര്യത്തിൽ വി.ഡി. സതീശൻ വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞ ഈ കാര്യത്തിൽ അതിനോട് ഞാൻ യോജിക്കുന്നു. ആ പറഞ്ഞത് പുള്ളി 100% കറക്റ്റ് തന്നെയാണ് കേട്ടോ. അതും കൂടെ നിങ്ങൾ KV തോമസ് പറയുന്നത് കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കേ. MPമാർ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു MP പിൻവാതിലൂടെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നുവെന്ന് മുതിർന്ന നേതാവ് KV തോമസിന്റെ വിമർശനം. വി.ഡി. സതീശൻ തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നുവെന്നും സതീശൻ ശക്തമായി പ്രതിപക്ഷത്ത് നിന്ന് നയിച്ചുവെന്നും KV തോമസ് മനോരമ ന്യൂസിനോട് പറഞ്ഞു. MP-യെ മുഖ്യമന്ത്രിയാക്കിയാൽ 2 തെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരും. അത് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കണം. ജനവികാരം കണക്കിലെടുത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കണമെന്നും KV തോമസ് കൂട്ടിച്ചേർത്തു. MPമാരും മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു MP പുറംവാതിലൂടെ വരാൻ ശ്രമിക്കുകയല്ലേ. ഇപ്പോൾ സതീശൻ എൻ്റെ സ്റ്റുഡൻ്റാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷത്തിൽ നിന്ന് ശക്തമായി നയിച്ച ഒരാളാണ്. ജനങ്ങളുടെ വികാരം എന്താണ്, ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്, അതുകൂടി കാണാൻ കഴിയണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു MP വരുമ്പോൾ എന്താ സംഭവം? 2 തിരഞ്ഞെടുപ്പ് നടക്കണം. അസംബ്ലിയിലേക്ക് നടക്കണം, പാർലമെൻറ്റിലേക്ക് നടക്കണം. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ തീരുമാനിക്കുന്നത് കാര്യം KV തോമസ് കൂതറയാണെങ്കിലും ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അപ്പം ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാവരെയും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണം എന്നതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ മുഖ്യമന്ത്രി ആവണം എന്ന അഭിപ്രായമുള്ള ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.